ആഗ്രഹിക്കുന്നു. എന്റെ കഥയുടെ പേര് വിസ്മയം തീർത്ത കാരുണ്യം എന്നാണ്. നിങ്ങളെല്ലാം ശ്രദ്ധിച്ചു കേൾക്കണേ. മക്ക എന്നങ്ങനെ വിജനമാണ്. മനസ്സിനെ കുളിരണീപ്പിക്കുന്ന കാലൊച്ച ഓരോ മരത്തിനും കുതിച്ചു പോകുന്നു. ആ കാലൊച്ച എന്നിലായിരുന്നുവെങ്കിലൊന്ന്. ആ കാലൊച്ച മറ്റാരുടേതുമല്ല, ലോകാനുഗ്രഹീത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതായിരുന്നു അത്. മരുഭൂമിയിലൂടെ നടന്നു നീങ്ങുകയായിരുന്നു തിരുമേനി. അല്പം കാടുകളും നിന്ന സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ഒരു ഏങ്ങിക്കരച്ചിലിന്റെ ശബ്ദം. തങ്ങൾ ചുറ്റും നോക്കി. അപ്പോൾ ഒരു മലമേട കിടന്നു വന്നു. തന്റെ അരികിൽ വലയിലകപ്പെട്ട ഒരു മാൻപേട. ആ മാൻപേട നബി തങ്ങളെ കണ്ടതോടുകൂടി കരച്ചിലിന്റെ ശബ്ദം കൂട്ടാൻ തുടങ്ങി. കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് ആ മാൻപേട നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, ഞാൻ പ്രസവിച്ചിട്ട് 3 ദിവസമേ ആയിട്ടുള്ളൂ. മക്കൾക്ക് ഭക്ഷണവും തേടി വന്നതാണ്. ഞാൻ എന്റെ മക്കൾക്ക് പാലൂട്ടി ഉടനെ തിരിച്ചു വരാം. തങ്ങൾ എന്നെ രക്ഷിച്ചാലും. ഉടനെ തന്നെ നബി തങ്ങൾ ആ മലമേടനോട് പറഞ്ഞു, ഈ മാനിനെ അഴിച്ചുവിടൂ. ഇതതിന്റെ കുട്ടികൾക്ക് പാലൂട്ടി ഉടനെ തിരിച്ചു വരും. മലമേടൻ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു, ഈ മാൻ പോയി തിരിച്ചു വരുമെന്നോ? എന്ത് വിഡ്ഢിത്തരമാണ് നിങ്ങൾ പറയുന്നത്? മലമേടൻ ഒന്നും കൂടി ആലോചിച്ചതിനു ശേഷം വീണ്ടും ചോദിച്ചു, ശരി, ഞാൻ ഈ മാനിനെ അഴിച്ചുവിടാം. ഈ മാനിന് പകരമായി നിങ്ങൾ ജാമ്യം നിൽക്കുമോ? നബി തങ്ങൾ ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു, ശരി, ഞാൻ ജാമ്യം നിൽക്കാം. മലമേടൻ വീണ്ടും ചോദിച്ചു, ഈ മാൻ തിരിച്ചു വന്നില്ലെങ്കിൽ നിന്നെ ഞാൻ അറുത്ത് കളയും. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ആ മലമേടൻ ആ മാനിനെ അഴിച്ചുവിട്ടതും ആ മാൻ ഓടി മറഞ്ഞു. പറഞ്ഞ സമയം തീരാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി. അപ്പോഴാ മലമേടന്റെ കടാല പുന്നാര നബി തങ്ങളുടെ കഴുത്തിലേക്ക് വീഴാൻ തുടങ്ങി. അപ്പോഴാ പൊടിപടലങ്ങൾ പറത്തിക്കൊണ്ട് ആ മാൻപേട ഓടി വരുന്നു. ഇത് കണ്ടു നിന്ന മലമേടൻ അമ്പരന്നു പോയി. മലമേടൻ നബി തങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? നബി തങ്ങൾ പറഞ്ഞു, ഞാനാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആ മലമേടൻ ഇസ്ലാം മതം സ്വീകരിക്കുകയും ആ മാനിനെ അഴിച്ചു വിടുകയും ചെയ്തു. കൂട്ടുകാരെ, എൻ്റെ കൊച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? എന്റെ കഥ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.